തമിഴ്നാട് രാഷ്ട്രീയം കലുഷിതമാക്കിയ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് സംഭവത്തിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ്. നടി തൃഷയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കസ്റ്റഡിയിലെടുത്ത DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹത്തെ വിട്ടയക്കാമെന്നും തമിഴ്നാട് സർക്കാർ കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. ഉദയനിധി ചോദിച്ചറിയാൻ മാത്രമാണ് കസ്റ്റഡിയിലെടുത്തതെന്നും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ തയ്യാറാണെന്നും അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ നിലപാട് രേഖപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി ഉദയനിധിയെ ഇന്ന് തന്നെ വിട്ടയക്കാൻ ഉത്തരവിടുകയും അന്വേഷണവുമായി സഹകരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവും DMK നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ റിമാൻഡ് ചെയ്യാനോ ജയിലിലടയ്ക്കാനോ തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ലെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ മദ്രാസ് ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു. നടി തൃഷയ്ക്കെതിരായ പരാമർശവുമായി ബന്ധപ്പെട്ട് തഞ്ചാവൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഉദയനിധിയെ ചോദ്യം ചെയ്യുക എന്നത് മാത്രമായിരുന്നു കസ്റ്റഡി നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉടനടി വിട്ടയക്കാൻ തയ്യാറാണെന്ന് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ വ്യക്തമാക്കി ധരിപ്പിച്ചു. സർക്കാരിന്റെയും പോലീസിന്റെയും ഈ ഔദ്യോഗിക നിലപാട് കൃത്യമായി രേഖപ്പെടുത്തിയ മദ്രാസ് ഹൈക്കോടതി ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കാൻ പോലീസിന് ഉത്തരവ് നൽകി. അദ്ദേഹത്തെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടതില്ലെന്നും ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കി സ്റ്റേഷൻ ജാമ്യത്തിൽ മോചിപ്പിക്കണമെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതി അതേസമയം തന്നെ വരാനിരിക്കുന്ന അന്വേഷണ നടപടികളോട് ഉദയനിധി പൂർണ്ണമായും സഹകരിക്കണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12 മണിവരെ അറസ്റ്റ് നടപടികൾ പാടില്ലെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെയാണ് തഞ്ചാവൂർ പോലീസ് തിടുക്കത്തിൽ നീലാങ്കരയിലെ വീട്ടിലെത്തി ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് വാനിൽ കയറ്റി തഞ്ചാവൂരിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ഉദയനിധിയെ രക്ഷിക്കാൻ വാനിന് മുന്നിൽ കിടന്ന് DMK പ്രവർത്തകർ വൻ തടസ്സം സൃഷ്ടിക്കുകയുണ്ടായി. വരാനിരിക്കുന്ന നിയമസഭാ ബഡ്ജറ്റ് സമ്മേളനത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ ബോധപൂർവം മാറ്റി നിർത്താൻ സർക്കാർ തലത്തിൽ നടന്ന വ്യക്തമായ ഗൂഢാലോചനയാണ് ഈ അടിയന്തര കസ്റ്റഡി നീക്കത്തിന് പിന്നിലെന്ന് DMK ആരോപിച്ചു. തനിക്കെതിരെ ഉയർന്നുവന്ന എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. താൻ ചലച്ചിത്ര നടി തൃഷയുടെയോ TVK അധ്യക്ഷൻ വിജയയുടെയോ പേരോ പരാമർശമോ തന്റെ പ്രസംഗത്തിൽ എവിടെയും നടത്തിയിട്ടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തനിക്കെതിരെയുള്ള ജനപിന്തുണയിൽ ഭയന്ന ഭരണകൂടം തന്റെ വാക്കുകൾ കേട്ട് കട്ടാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് ആസൂത്രിതമായി തനിക്കെതിരെ കേസ് ചമയ്ക്കുകയായിരുന്നുവെന്നും പോലീസിന്റെ ഈ നാടകീയ നീക്കങ്ങൾ കേവലം ഒരു കോമഡി മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. കേസിനെ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഉദയനിധിയുടെ ഈ വിശദീകരണങ്ങൾക്ക് പിന്നാലെ തമിഴ്നാട്ടിൽ ഉടനീളം രൂപപ്പെട്ട തെരുവ് യുദ്ധങ്ങളാണ് സ്ഥിതിഗതികൾ കൂടുതൽ കലുഷിതമാക്കിയത്. നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകം വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തഞ്ചാവൂരിലും ചെന്നൈയിലും ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉദയനിധിക്കെതിരെ കടുത്ത പ്രതിഷേധ പ്രകടനങ്ങളും ധർണകളും അരങ്ങേറി. അതേസമയം പ്രതിപക്ഷ നേതാവിനെ അനാവശ്യമായി കസ്റ്റഡിയിലെടുത്ത പോലീസിന്റെയും സർക്കാരിന്റെയും നടപടിയിൽ പ്രതിഷേധിച്ച് 10,000-കണക്കിന് DMK പ്രവർത്തകർ റോഡ് ഉപരോധിച്ചും പോലീസ് വാഹനങ്ങൾ തടഞ്ഞും തെരുവിലിറങ്ങി. ഇരു വിഭാഗങ്ങളും തമ്മിൽ പലയിടങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ വൻതോതിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങളാണ് തമിഴ്നാട്ടിൽ ഉടലെടുത്തത്. കോടതി ഉത്തരവോടെ ഉദയനിധി സ്റ്റാലിന്റെ മോചനത്തിന് വഴിയൊരുങ്ങിയെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉടലെടുത്ത ഈ തർക്കങ്ങളും കലുഷിതമായ സാഹചര്യങ്ങളും പെട്ടെന്ന് ശാന്തമാകാൻ സാധ്യതയില്ല. നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ DMK തയ്യാറെടുക്കുമ്പോൾ തൃഷയ്ക്കെതിരായ വിഷയം തെരുവിൽ സജീവമാക്കി നിർത്താനാണ് TVKയുടെ നീക്കം.